ചേട്ടാ ചാർജറായിട്ട് വന്നില്ലേ? കമ്പനി പോയിരുന്നില്ലേ? ആ കമ്പനി പോയി കമ്പനി അത് നിങ്ങളടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ആയിക്കോട്ടെ, നോക്കാം. ചേട്ടാ എന്തൊക്കെ വിഷയം? സുഖല്ലേ? സുഖം. പിന്നെന്താ ഇപ്പൊ ഏതായാലും നിങ്ങളെ പോലത്തെ ആളുകൾ ഇവിടെ ഇതുപോലെ വർക്കില്ലെങ്കിൽ ഞങ്ങൾ ഈ ഇലക്ട്രിക് വാഹനക്കാർ കുടുങ്ങിയിട്ടുണ്ട്. സത്യം പറയാം, നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. വളരെ നിങ്ങളെ നന്നാക്കുന്നതിൻ്റെ പ്രതീക്ഷയോടുകൂടി ഇതാണ് പുതിയ ചാർജറിൻ്റെ ഉൾഭാഗം. അപ്പം എന്താണ് ഇതിൻ്റെ? ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് ചാർജർ അത്യാവശ്യം നല്ല ചാർജറാണ്. ഇതിൻ്റെ ചോപ്പർ ട്രാൻസ്ഫോമർ, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ശരിക്കും ഇത് ഹീറ്റിംഗിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, ചൂടാവില്ല. അതുപോലെ പവർ ഫാക്ടറിന് വേണ്ടിയിട്ട് വരുന്ന നിലവിൽ ഈ ഇൻഡക്ഷൻ കോയിൽ, ഈ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമർ, സെൽഫ് ഇൻഡക്ഷൻ കോയിൽ അതൊക്കെ നിലവിൽ ഹീറ്റ് സിങ്കിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. ചൂട് മുഴുവൻ ഉള്ളിലേക്ക് പോകുന്നത്. അതുപോലെ ട്രാൻസിസ്റ്ററുകൾ മുഴുവനും ബോഡിയിലേക്കാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഇതൊരു നമ്മൾ കണ്ടതിൽ വെച്ച് ഒന്നും പറയാനില്ലാത്ത നല്ല ഒരു ചാർജറാണ്. ശരിക്കും ഒരു വലിയൊരു കുഴപ്പമൊന്നുമില്ലാത്ത. ഇപ്പം നിലവിൽ എന്തോ നമ്മുടെ ബാബുവേട്ടൻ്റെ എന്താ ചെറിയ ഭാഗ്യക്കുറവ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനമല്ലേ, ചിലപ്പോൾ 6 മാസം ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നല്ല ചാർജറാണ്. വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ചാർജറാണ്, വണ്ടിക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഭാഗ്യക്കുറവ് എന്ന് പറഞ്ഞാൽ 6 മാസം കറക്റ്റ് ആയപ്പോൾ എനിക്ക് പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഏതായാലും ആദ്യം വണ്ടി ഇറങ്ങിയപ്പോൾ കിട്ടിയ ചാർജറൊക്കെ എനിക്ക് 3 വർഷം കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ. നല്ല ഫിൽറ്റർ വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. എന്താ പിന്നെ നമ്മളെ ബീച്ചേട്ടന്റെ അനിയന് എന്താണ് നമ്മളെ ഇലക്ട്രിക് വാഹനത്തിന്റെ? ഇലക്ട്രിക് വാഹനം ഇപ്പൊ പഴയതുപോലെ അല്ല, എല്ലാ ടെക്നോളജിയും മാറി മാറി വരികയാണ്. പുതിയ ടെക്നോളജിയിലാണ് ഇപ്പൊ എല്ലാ വണ്ടിയും വരുന്നത്. എല്ലാം ഇപ്പോൾ ഏകദേശം മിക്കവാറും വാഹനങ്ങൾ 200ന്റെ അടുത്തേക്ക് റേഞ്ചിലേക്ക് ഇനിയിപ്പോൾ അടുത്ത് തന്നെ വരും. ഇപ്പൊ മഹീന്ദ്ര ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പം പുതിയ വണ്ടി ഏതെങ്കിലും ബജാജ് വന്നിട്ടുണ്ട്. ബജാജിന്റെ അല്ലാതെ പിന്നെ ട്രിയോ പുതിയ വാഹനം എന്താ ഉഡോ ഇറങ്ങിയിട്ടുണ്ട്. അത് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഇതിന് പോയിരുന്നു. നല്ല വാഹനം കണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമില്ല, നല്ല വാഹനം. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ ഇറങ്ങുന്നത്. ബജാജ് ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും TVS. ഇപ്പൊ എല്ലാവരും ഇരുന്നു. ഇനിയിപ്പോൾ ആകെ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ 2.25 കിലോവാട്ടാണ് ചാർജർ. അന്നേരം എല്ലാത്തിനും ക്വാളിറ്റിയും കൂടി വരുന്നുണ്ട്. ചാർജറൊക്കെ പൊടി കയറൂല. പണ്ടൊക്കെ പൊടി കയറി ഒരുപാട് കംപ്ലൈന്റുകൾ വരും. ഇപ്പൊ ഈ ചാർജറിന്റെ ചെറിയ പ്രോബ്ലം അത് നമുക്ക് ചെറിയ ആ ഫാൻ നിൽക്കുന്ന ഭാഗത്ത് ഹോൾസ് കൂടുതൽ. അപ്പൊ അതിലേക്കൂടെ പല്ലി അങ്ങനത്തെ അത് ഉള്ളിലേക്ക് കയറൂല, പുറമേ കൂടെ മാത്രം. അതിന്റെ ആവശ്യമില്ല നിലവിൽ. അത് നെറ്റ് പോലെയുള്ള സാധനമാണ്. ഏതായാലും ഇത് നോക്കാം. ഏതായാലും നമുക്കിപ്പോ നിങ്ങൾക്ക് മുന്നിൽ ഓക്കെ ഇതാ വർക്കിംഗ് തുടങ്ങി. ഇതാ ഉണ്ടല്ലേ ആംബിയർ പറഞ്ഞോളൂ. 10 ആംബിയറിലേക്ക് വരും. 12 ആംബിയർ, 200 വോൾട്ടിൽ 13 ആംബിയർ, 2.5 കിലോവാട്ടിൽ ചാർജ് ചെയ്യണം. അപ്പോൾ ഏതായാലും നമ്മളെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ വിജയേട്ടൻ്റെ ഗോഡൗൺ ആട്ടോ അത്. കണ്ടില്ലേ, ഒരുപാട് ചാർജറും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ നന്നാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടീൻ്റെ സ്പെയറുകൾ ഇഷ്ടം പോലെ അവിടെ കിടക്കുന്നതാണ്ടോ. റിയോ വാഹനത്തിൻ്റെ എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ, വെയറിങ് ഐറ്റംസ്, എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതാ ഗോഡൗണാണ്. ഇതാ ഷോക്ക് ഓഫ്സർ, പിന്നെ ഇതാ എല്ലാ ഐറ്റം സാധനങ്ങളും. ഇതാ ഈ വാഹനത്തിന് വേണ്ട റിയോൻ്റെ പുതിയ ഇറങ്ങിയ വാഹനത്തിൽ, പുതിയല്ല ഇതിന് മുന്നുള്ള വാഹനത്തിന് വേണ്ട സാധനങ്ങൾ. ഇതാ ചില്ല്, ഇതാ കണ്ടോ, എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ. കൺട്രോൾ യൂണിറ്റും BMS ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്പെയറും നമ്മുടെ കയ്യിലുണ്ട്. കൺട്രോൾ യൂണിറ്റ് BMS ഇല്ല, ബാക്കി എല്ലാ സ്പെയറുകളും നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ നമ്പർ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്, അവരെ വിളിക്കാനുള്ള. ഇതാ അതിൻ്റെ പ്ലാറ്റ്ഫോം, ഇതാ സീറ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ.